ലൈം ജ്യൂസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പല ഫ്ലേവറിലും നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ഫ്ലേവർഫുള്ളായിട്ട് ഒരു ലൈം ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നമുക്കൊരു റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/3 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1/4 കപ്പ് ചിരകിയ തേങ്ങ, ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ട് അതിൽ നിന്ന് പാല് കിട്ടുകയാണ് വേണ്ടത്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേങ്ങ പാലൊക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒരുമിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയെന്ന് വരില്ല. അത് കാരണമാണ് ആദ്യം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല വെള്ളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ തേങ്ങയുടെ തരിയെല്ലാം നമുക്ക് അരിച്ചൊന്ന് മാറ്റിക്കളയണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അത് കൊടുക്കുക. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ആ ഏലക്കയുടെ എന്തെങ്കിലും തൊണ്ടോ എന്തെങ്കിലും അരയാത്തതൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അരിച്ച് മാറ്റാവുന്നതാണ്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വെച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലൈം ജ്യൂസ് ഇതിൻ്റെ മീതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. പക്ഷേ ഇഞ്ചി ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ നമുക്കിതിന് ആവശ്യമുണ്ടാവുള്ളൂ. പുതിന ഇല വെച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ലൈം ജ്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. വേനൽക്കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഒക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ.